ഹലോ, അപ്പോൾ ഒരു അടിപൊളി കലത്തപ്പം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിനായിട്ട് ഒരു 1.5 കപ്പ് പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് രാവിലെയാണ് അരച്ച് വെക്കുന്നത്. ഒരു 1/4 കപ്പ് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ചോറും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അതേ അളവിൽ തന്നെ തേങ്ങയും കൂടെ എടുത്തു. 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് പൊടിച്ചെടുത്ത ശർക്കരയാണ് കേട്ടോ. ഇതും 1 കപ്പുണ്ട്. ഇനി ഉരുക്കിയെടുത്ത ശർക്കര നമ്മൾ നല്ല ചൂടിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചൂടിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സി ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ അടപ്പ് പൊന്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഇങ്ങനെ മാറ്റി ഒഴിച്ചതിന് ശേഷം നല്ല ചൂടിൽ തന്നെ ശർക്കര പാനി ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, കട്ടയാകാതെ. ഇനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഈ മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമ്മളിങ്ങനെ ഈ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് കയറ് പിരിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് കിട്ടണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ. എന്നിട്ട് ഞാനിതൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സാധാ പോലെ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മൾ അതേ നെയ്യിൽ തന്നെ ചെറിയുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് മുഴുവനായിട്ട് ആ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ നല്ല ചൂടിൽ തന്നെ നമ്മൾ ആ മാവ് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഇത് 3 ലിറ്ററിൻ്റെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ. ഞാൻ ഒറ്റൊന്നായിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അടി ചെറുതായിട്ടൊന്ന് കളറ് മാറിപ്പോയി. അപ്പോൾ ഇത് 2 എണ്ണമാക്കി ചെയ്തെടുക്കുന്നതാവും ഏറ്റവും നല്ലത്. ഇപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 35-40 മിനിറ്റ് എടുത്തു കേട്ടോ വേവാൻ. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തു. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി കലത്തപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.